സാർ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു കുട്ടി ലഹരി വസ്തു കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഏതൊരു പാട്ടിലോ ഇല്ലെങ്കിൽ സ്പോർട്സിൽ കുട്ടിയെ ബിസി ആക്കിയാൽ മതി. ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഹി വിൽ ബി അവേ ഫ്രം ദ ഡ്രഗ്സ്. അത് മാത്രം സാർ വിചാരിച്ചാൽ മതി. യു ആർ ബേസിക്കലി കീപ്പിംഗ് എ ലോട്ട് ഓഫ് ചിൽഡ്രൻ അവേ ഫ്രം ഡ്രഗ്സ്. അത് എത്ര മാത്രം എനിക്ക് പറയാൻ പറ്റും. വളരെ വളരെ കാര്യം എനിക്ക് സത്യം ഞാൻ ഈ ഒരു ക്യാമ്പയിന് വേണ്ടി എൻ്റെ അടുത്തൊരു വീഡിയോ ചോദിച്ചിരുന്നു, പക്ഷേ എനിക്ക് കൊടുക്കാൻ മറന്നുപോയി. കാര്യം ഞാൻ ഈ സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഞാൻ ഫിലിമുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിതുവരെ എൻ്റെ ലൈഫിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ബിയറെങ്കിലും കുറച്ച് കുടിക്കണമെന്നോ തോന്നിയിട്ടില്ല. അത് തോന്നിക്കത്തുമില്ല. എനിക്ക് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാവുന്ന ഒരു ബുദ്ധിയോടെ മക്കളെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും നമ്മൾ ലഹരിയല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ട സംഗീതമാണ്. സംഗീതം ഒരു ലഹരിയാക്കുക, അതേ ഉള്ളൂ. മ്യൂസിക് അല്ലെങ്കിൽ സ്പോർട്സ് എന്നിപ്പോൾ സാറ് പറഞ്ഞ പോലെ. ഈ സാർമാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലാതെ കാരണം മനസ്സിലായോ? സാർമാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. സംഗീതം ഒരു ലഹരിയാണ്. ഈ കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രം ലഹരിയായിട്ട് പറയാൻ പാടില്ല. ഇൻടോക്സിക്കേഷൻ ക്യാൻ ബി ഇൻ വേരിയസ് വേസ്. മ്യൂസിക് ഒരു ലഹരിയാണ്. സ്പോർട്സ് ആണെങ്കിൽ അത് ഒരു ലഹരിയാണ്. ആക്ച്വലി നിങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് വേണം. ഹാപ്പിനെസ് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഡോപ്പോമൈൻ പറഞ്ഞിട്ട് ഒരു ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് വരണം. ഡോപ്പോമൈൻസ് എങ്ങനെ വരിക? ശരത് സാറിൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം കുറെ പാട്ട് പാടുന്നു, അദ്ദേഹത്തിൻ്റെ ഡോപ്പോമൈൻ കിട്ടുന്നു, അദ്ദേഹം ഹാപ്പി ആവുന്നു, അദ്ദേഹത്തിന് വേറെ ലഹരിൻ്റെ ആവശ്യമില്ല. ഹരിശങ്കർ പാട്ട് പാടുന്നു, അദ്ദേഹത്തിൻ്റെ പാട്ട് നാട്ടുകാർ കേൾക്കുന്നു, ഈസ് ഹാപ്പി, ഡോപ്പോമൈൻ വന്നു കഴിഞ്ഞു. അപ്പം പിന്നെ അദ്ദേഹം ഒരിക്കലും പിന്നെ വേറെ ലഹരിയിലേക്ക് പോകാനുള്ള ആവശ്യം അവർക്കും ഉണ്ടാവില്ല.